ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണല്ലോ, അപ്പോൾ അവർ ആദ്യം തൊട്ടേ അഷ്വർ ചെയ്യുന്നുണ്ടായിരുന്നു ജോബ് എന്തായാലും കിട്ടും എന്നുള്ളത്. അപ്പോൾ അതൊരു പോസിറ്റീവ് നോട്ടായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എടുത്തത്. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പഠിച്ചാലും എനിക്ക് ഭാവിയിലൊരു അപ്സ്കിൽ ചെയ്താലേ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഡെവലപ്മെൻറ്റ് കോഴ്സ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോളേജ് കഴിഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അതെനിക്കൊരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു. അതും ഈ ക്യാമറൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. കോഴ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഇൻ്റർവ്യൂ വന്ന് അങ്ങനെ ജോബായി. ഫസ്റ്റ് വിളിച്ചപ്പോൾ അവരെന്താണോ പറഞ്ഞത് അത് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ ജോബ് കിട്ടിയപ്പോൾ എനിക്കങ്ങനെ ഒരു അവർ ഗ്യാരണ്ടി ചെയ്ത പോലെ തന്നെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓൺലൈൻ ബാച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം ഓൺലൈൻ എങ്ങനെയായിരിക്കും, എക്സ്ക്ലൂസീവ് കെയർ ആയിരുന്നു ഓരോ സ്റ്റുഡൻസിനും. ഭയങ്കര നല്ല ക്ലാസ്സുകളായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ ദേ ഓപ്പൺ. അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ്, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലിയാണ്. മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് 2 മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അത് ഭയങ്കര നല്ലതായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിച്ചിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അത്ര ഷുവർ അല്ലായിരുന്നു ഇത് കിട്ടും എന്നുള്ളത്. ഒരു ടെക്നിക്കൽ റൗണ്ടും HR റൗണ്ടും ഉണ്ടായിരുന്നു. അത് രണ്ടും മോക്ക് ഇൻ്റർവ്യൂവിനേക്കാളും എളുപ്പമായിരുന്നു. ഞാനൊരു 3 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞാനൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കുറേ കുട്ടികളുണ്ടായിരുന്നു അതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറൻ്റെ സപ്പോർട്ട് കൊണ്ടാണത് സംഭവിച്ചത്.